ഹായ് ഡേയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. എനിക്ക് സുഖമാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ വർക്കിൻ്റെ മെറ്റീരിയൽസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്കിലോട്ട് കിടക്കുന്ന മുമ്പ് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ബണ്ണിൻ്റെ മെറ്റീരിയൽസ്, എയർബോ മെറ്റീരിയൽസ്, എയർ ഓയിൽ, ഇത്രയും ഐറ്റംസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മളുടെ സാധാ ത്രെഡാണ് കേട്ടോ. ആ ഒരു ത്രെഡിൽ സൂചി കോർത്തിട്ട് അതിലോട്ട് നമ്മൾ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ബീഡ്സ് ഓവറായിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു മോഡലാണ് നിങ്ങൾക്ക് ചെയ്തെടുക്കേണ്ടതെങ്കിൽ നിങ്ങൾ 7 ബീഡ്സാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇതുപോലത്തെ 7 ബീഡ്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അത് ഇനി ചെറുതന്നെ ആവണമെന്നൊന്നുമില്ല. 6 mm ആയാലും ഏത് അളവായാലും ഒരു കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. ഡിസൈൻ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ത്രെഡ് ഇനി പെട്ടെന്ന് പൊട്ടിപ്പോകുമെന്നുള്ള സംശയങ്ങളുണ്ടാവും. അപ്പോൾ അതിനാണ് എനിക്ക് പറയേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു സഞ്ചികളൊക്കെ തുന്നുന്നൊരു എന്താ പറയുക നൂലുണ്ടല്ലോ, ആ ഒരു നൂല് എടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ചോയ്സാണ് എന്തിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ സാധാ ത്രെഡിൽ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കോർത്തെടുക്കുക കേട്ടോ. കോർത്തെടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അതിലും കുറച്ച് വലുത്, ഇപ്പോൾ 6 mm ആണ് ഓൾറെഡി നിങ്ങൾ കോർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 8 mm ബീഡ്സ് എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി 2 mm ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 6 mm ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. 6 mm ആണ്, ഇനി 4 mm ആണാവും. ഒരു പേസ്റ്റലിൻ്റെ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വൈറ്റ് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ഓരോ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് വേണം എന്താ പറയുക വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ട് അത്രത്തോളം വർക്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഇനി ഓൾറെഡി സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മക്കൾക്ക് വേണ്ടി യൂസ് ആക്കാനാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഫിനിഷിങ്ങിനനുസരിച്ചായിരിക്കും നമ്മളുടെ എന്താ പറയുക വർക്കിൻ്റെ ഒരു വില കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് റൊട്ടേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഞാൻ എന്തൊക്കെയാണ് നിങ്ങളോട് പറയുന്നത് കാര്യങ്ങളും അതുപോലെ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ഗിവ് അവേനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 7ാമത്തെ ആഴ്ചയിലെ 3ാമത്തെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 വീഡിയോ ഓൾറെഡി നിങ്ങളിലേക്ക് ഇനി 4 വീഡിയോസും കൂടി ഉണ്ടാവും. ഒരാഴ്ച എന്ന് പറയുന്നത് 7 ദിവസമാണല്ലോ അല്ലേ. അപ്പോൾ ഇനി 4 വീഡിയോസും കൂടി ഉണ്ടാവും. അതുകൂടെ 7ാമത്തെ ആഴ്ച കംപ്ലീറ്റ് ആയിട്ടോ വർക്കിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നതിൽ ഇത്തിരി മിസ്റ്റേക്ക്. നിങ്ങൾ വർക്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളത് കോർത്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, ലാസ്റ്റ് അത് കോർത്തെല്ലാം കഴിഞ്ഞില്ലേ, എന്നിട്ട് ലാസ്റ്റ് ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ കണ്ടില്ലേ. ആ ഒരു 2 mm ബീഡ്സിൻ്റെ പിറകിലൂടെ ആയിട്ട് ഫ്രണ്ട് ഭാഗത്തോട്ട് നമ്മൾ സൂചി കോർത്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അപ്പോൾ അത് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ അത് താഴെ പോണ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത്, ആ ഒരു ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മുടെ പേസ്റ്റൽ ബീഡ്സും അതുപോലെ 2 mm ബീഡ്സും, അങ്ങനെ ടോട്ടൽ 3 ബീഡ്സ് ഉൾപ്പെടുത്തിയിട്ട് വീണ്ടും ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു കോർത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ എന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ ബീഡ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതേ ഒരു സെയിം തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ലെയറിൽ നിങ്ങൾ 7 ബീഡ്സ് ഇട്ട് കൊടുക്കുക. സെക്കൻഡ് ലെയറിൽ 10 ബീഡ്സാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. 10 11 നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. സെക്കൻഡ് ലെയർ മീൻസ് ഉദ്ദേശിച്ചത്, ആദ്യം നമ്മളൊരു ലെയർ കോർത്തെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതാണ് ഫസ്റ്റ് ലെയറിന് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ആ ഒരു ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഈ ഒരു വൈറ്റ് ബീഡ് കോർത്തെടുക്കുമ്പോൾ 7 ബീഡ്സ് എടുക്കുക. എന്നതിന് ശേഷം പേസ്റ്റൽ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും 7 ബീഡ്സ് ഇട്ട് കൊടുക്കുക. വീണ്ടും പേസ്റ്റൽ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. സെക്കൻഡ് ലെയർ അതിൽമ തന്നെയാണ് നമ്മൾ ചെയ്തത്. അതെങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ല കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ.
ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാനെടുത്തത് ഇത്തിരി അളവ് ഇതായിട്ട് ഏകദേശം സെയിം അളവിലോട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. എന്നിട്ട് നമ്മൾ ലാസ്റ്റത്തെ പേസ്റ്റൽ ബീഡിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു ബീഡ്സും പേസ്റ്റൽ ബീഡിൻ്റെ ശേഷമുള്ള ഒരു വൈറ്റ് ബീഡും കൂടി ഉള്ളിലൂടെ ആയിട്ടാണ് നമ്മൾ സൂചി കോർത്തെടുക്കുന്നത്. കാരണം അത് അവിടെ ലോക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മറ്റേത് നമ്മളിങ്ങനെ കോർക്കണതിനനുസരിച്ച് അഴിഞ്ഞ് പോരും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ പിറകിലൂടെ ഫ്രണ്ടിലോട്ട് നമ്മൾ സൂചി കോർത്തെടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല രീതിക്ക് അവിടെ ടൈറ്റായി നിന്നോളും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ബീഡ്സ് പോണ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ കറക്റ്റായല്ലോ. അതേ സെയിം മെത്തേഡ് തന്നെയാണ് ബാക്കി ഭാഗങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുക. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അപ്പോൾ അതും കൂടി പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഗിവ് അവേനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആഴ്ചയിലെ 3ാമത്തെ വീഡിയോസാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി 4 വീഡിയോസും കൂടി ഈ ഒരു ആഴ്ചത്തേക്ക് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഈ 7 വീഡിയോസിന് താഴെയും ഇപ്പോൾ ഏകദേശം ഒരു ഇത് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ 7 വീഡിയോക്ക് താഴെ ഞാൻ വന്ന് കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കും ഞാൻ ഉൾക്കൊള്ളിക്കുക കേട്ടോ. അല്ലാതെ ജസ്റ്റ് കമൻറ്റ് ഇട്ട് പോയി പിന്നെ യാതൊരു അഡ്രസ്സ് ഇല്ലാത്ത വ്യക്തിയെ ഇനി എനിക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2-3 തവണ നറുക്കെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, എല്ലാവരും ഒരുപോലെയുള്ള വ്യക്തികളാണ്. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. പിന്നെ എൻ്റെ അതേ ഒരു അഭിപ്രായം തന്നെയാണ് അവരും കമൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ ഒരാഴ്ചത്തെ തീരുമാനം എന്ന് പറയുന്നത് 10 വ്യക്തികളെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഈ ഒരാഴ്ചത്തെ 7 വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റിൽ നിന്നും 10 വ്യക്തികളെയാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ ആഴ്ചയിൽ 4 ആളുകൾ വിന്നറായിട്ടുണ്ട്. അവർ ഞാൻ അതിൽ ഉൾക്കൊള്ളിക്കില്ല എന്നതാണ് കേട്ടോ. കാരണം കിട്ടിയ ആളുകൾക്ക് ഇനി നമ്മൾ കുറച്ച് അവസരമുണ്ട്. കാരണം ഇനി കിട്ടാത്ത ആളുകൾക്ക് കിട്ടട്ടെ എന്നതിന് ശേഷം കിട്ടിയ ആളുകളെ ഞാൻ ഉൾക്കൊള്ളിക്കും. അത് ആരായാലും കേട്ടോ. കിട്ടിയ ആളുകളെ ഞാൻ ഉൾക്കൊള്ളിക്കാത്ത ഒരു കാര്യം അതാണ്. ഇനി ഫസ്റ്റ് മുതൽ നമ്മൾ നറുക്കെടുത്ത് തുടങ്ങിയിട്ട് 6 ആഴ്ച കഴിഞ്ഞ് ആ 6 ആഴ്ചയിലും കിട്ടിയിട്ടുള്ള വ്യക്തികളെ നമ്മൾ ഉൾക്കൊള്ളിക്കില്ല. ബാക്കിയുള്ളവരെയാണ് ഞാൻ ഉൾക്കൊള്ളിക്കുക. ഓക്കെ, ബാക്കിയുള്ളവർക്ക് കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് ഫസ്റ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലാണ് ഇനി ഞാൻ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോസിന് ഈ ഒരാഴ്ചയിൽ 7 വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യും. 10 പേരെ സെലക്ട് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ നറുക്കെടുക്കുന്നത് കേട്ടോ. ഈ പ്രാവശ്യത്തേക്ക് നമ്മൾ 2 പേരെയാണ് നറുക്കെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അവസരം ഉപയോഗപ്പെടുത്തുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരിക്കലും നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം എല്ലാവർക്കും കിട്ടാതിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. കാരണം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് നമ്മൾ ഡെയിലി എല്ലാ വീഡിയോസിനും താഴെ കമൻറ്റ് ചെയ്ത് നമുക്കൊന്നും കിട്ടുന്നില്ല. പക്ഷേ എപ്പോഴെങ്കിലും വന്ന് കമൻറ്റ് ഇടുന്ന വ്യക്തികളിൽ നിന്ന്, പക്ഷേ കമൻറ്റ് ഇടാനായിട്ട് അവർ വരുന്നുണ്ട്. അതാണ് സംഭവം. കമൻറ്റ് മാത്രം ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്നില്ല. അതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അത് എനിക്ക് മനസ്സിലാക്കാൻ ഇത്തിരി വൈകി പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി അവസരം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യമാണ് കേട്ടോ. 10 പേരെ സെലക്ട് ചെയ്യുക. അതും ഈ ഒരാഴ്ചയിൽ എല്ലാ വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റുകൾ, അതിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട കമൻറ്റ് അതും കൂടി ഞാൻ പറയുകയാണ്. വെറുതെ സിമ്പിൾ കാര്യങ്ങളൊന്നും ഇടണ്ടെന്നല്ല, അത് ഞാൻ ഉൾക്കൊള്ളിക്കില്ല. അപ്പോൾ എനിക്കിഷ്ടപ്പെടുന്ന കമൻറ്റ്, ആ വീഡിയോ സംബന്ധമായിട്ടുള്ള കമൻറ്റ് എന്നാണ് ഞാൻ എല്ലാ വീഡിയോസും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കാരണം അത് ഇങ്ങനെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ചില ആളുകൾക്കെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടാവും ഇത് നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണത്. പക്ഷേ ഒരിക്കലും അല്ല കേട്ടോ. കാരണം നമ്മളത് എടുത്ത് പറയേണ്ട കാര്യം നിങ്ങൾക്കൊരു പ്രചോദനത്തിനും കൂടിയാണ്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായിക്കണോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ആ വീഡിയോനെ സംബന്ധിച്ചിട്ടുള്ള കമൻറ്റ് ഇതിൽ ഉൾപ്പെടുത്താൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതും ഒന്ന് തന്നെ ആവണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം തെറ്റിദ്ധരിക്കരുത്. അതാണ് കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഫൈനലിലോട്ടാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് എൻഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ ഡെമ്മിയിൽ എന്താ പറയുക, നമ്മൾ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ വീഡിയോസിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് ഇത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും.
അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ ഒരു ഫൈനലോട്ട് വരുമ്പോൾ നിങ്ങൾക്കുള്ള സംശയമാണല്ലേ ഇതിലെങ്ങനെ കുളത്ത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഗിയർ വയർ എടുത്തിട്ടുള്ളത് കേട്ടോ. ഗിയർ വയർ എടുത്തിട്ട് ഇതുപോലെ 2 ലെയറാക്കി മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കാണാം. അപ്പോൾ ആ ലാസ്റ്റ് എൻഡിലോട്ടുള്ള ബീഡ്സ് ഉണ്ടല്ലോ, ആ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക്, ഞാൻ പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും സെയിലിംഗ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന ഞാനും എന്നും സെയിലിംഗ് ഉള്ള വ്യക്തിയൊന്നുമല്ല. അത് ഏതൊരു വ്യക്തിനെ എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്നിപ്പോൾ നമുക്ക് ബിസിനസ്സിൽ കച്ചവടം നടക്കാമെന്നില്ലല്ലോ. അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ക്ഷമയോട് കൂടിയിട്ട് തന്നെ ഈ ഒരു വർക്കിൽ തുടരുക എന്നുള്ളതാണ്. കാരണം ഒരു ദിവസം നമുക്ക് സെയിലിംഗ് ഇല്ലയെന്ന് വിചാരിച്ച് നമ്മളത് നിർത്തി എല്ലായിടത്തും ഒരു മൂലയിൽ കൂട്ടി വെക്കാതെ നമ്മൾ വീണ്ടും അതിൽ തന്നെ തുടരുക. നമ്മൾ എന്ത് ലക്ഷ്യത്തിലാണോ തുടർന്നത് ആ 1 ലക്ഷം പൂർത്തീകരിക്കുന്നത് വരെ അതിൽ തന്നെ തുടരുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ദിവസം സെയിലിംഗ് നടന്ന് മറ്റു ദിവസങ്ങളിലൊന്നും സെയിലിംഗ് ഇല്ലയെന്ന് വിചാരിച്ച് ആരും നിർത്തി വെക്കണ്ട. വീണ്ടും ഞാൻ പറയാണ്, തുടർന്നുകൊണ്ടിരിക്കുക. ഓക്കെ, തുടർച്ച ഉണ്ടോ എങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഗിയർ വയർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ഫിഷിംഗ് കുളത്ത് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ആ വലിയ എന്താ പറയുക ജംറിങ് ഉണ്ടാവും. ജംറിങ് എന്ന് പറയുമ്പോൾ ആ വട്ടത്തിലുള്ള കണ്ണി ഉണ്ടല്ലോ, അത് ആ ഒരു ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫിഷിംഗ് കുളത്ത് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഗിയർ വയർ വേണമെന്നൊന്നുമില്ല. അപ്പോൾ അത് എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുള്ളത് ചെറുതാണ്, പിന്നെ ഗോൾഡിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയിട്ടുള്ളത്. ഷോപ്പിൽ കണ്ടപ്പോൾ എനിക്കത് ഓവർ വെൽപ്പായിട്ട് തോന്നിയപ്പോൾ ഞാൻ പിന്നെ അത് പർച്ചേസ് ചെയ്യാതെ ഇരുന്നതാണ് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നാം ഇതുപോലത്തെ ആവശ്യങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആണെന്നുള്ളത്. എന്നിട്ട് ഇതുപോലെ നല്ല രീതിക്ക് തന്നെ ഒന്ന് അത് ചുറ്റിയെടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. നല്ല രീതിക്ക് തന്നെ ചുറ്റിയെടുക്കുക. അപ്പോൾ ഒരു ഭാഗം നമ്മളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മറ്റേ ഭാഗത്തും അതേ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗിയർ വയർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ചങ്ങലയുണ്ടല്ലോ, അതാണ് ആഡാക്കി കൊടുക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് വീഡിയോക്ക് സൈഡിലായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവട്ടെ. നമ്മളുടെ നെക്കിലിട്ട് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഈ ഒരു മാല നമുക്ക് കിട്ടുന്നത് ഒരു ഫൈനൽ റിസൾട്ടിൽ എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, എന്താ പറയുക, നമ്മളുടെ ചുരിദാറിന് അതുപോലെ സാരിക്കൊക്കെ പെയർ ചെയ്യാൻ വലിയ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസ് കൂടിയാണ് കേട്ടോ ഇത്. നമ്മുടെ ചോക്കറായിട്ടൊക്കെ യൂസ് ചെയ്യുക, അല്ലാതെയൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, നല്ല രീതിക്ക് തന്നെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ നല്ല ടൈറ്റായി നിന്നോളും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആ ഒരു ജംറിങ് ഉണ്ടെങ്കിൽ അത് മാത്രം മതി. എന്നിട്ട് അതിലോട്ട് ഈ ഒരു കുളത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ് നമ്മുടെ വർക്കുകൾ. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ അടിച്ചിടുക. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അവസരം മിസ്സാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്താത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ അടിച്ചിടുക കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു ഭാഗങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഗിവ് അവേൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചോദിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കയറിയിട്ട് വാട്സപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, വീഡിയോക്ക് താഴെ മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കണമെന്നില്ല. നിങ്ങൾ നേരിട്ട് വാട്സപ്പിലോട്ട് കയറിയാൽ മതി കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റീപ്ലൈ ഞാൻ തരും. ഇതുവരെ തന്നിടത്തോളം എല്ലാവർക്കും ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ചോദ്യത്തിനുള്ള Q&A ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുറച്ചും കൂടി കഴിയട്ടെ എന്നാണ്. കാരണം ഈ ഒരു നറുക്കെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയ റിസ്ക്കാണ് കേട്ടോ. കാരണം പേപ്പറുകൾക്ക് എഴുതി വെക്കണം, എന്നിട്ടത് മടക്കിയെടുക്കണം, എന്നിട്ടത് നറുക്കെടുക്കണം, വലിയ ടാസ്ക്കാണ്. പക്ഷേ എങ്കിലും നിങ്ങൾക്കതൊരു എന്താ പറയുക, ഒരു അവസരം ആയിക്കോട്ടെ. ഒരുപാട് ആളുകളുണ്ടല്ലോ മെറ്റീരിയൽസ് വാങ്ങാൻ കഴിയാത്ത ആളുകൾ, അവർക്കൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നാണ് എനിക്ക് വീണ്ടും സങ്കടത്തോടെ പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇത്രത്തോളം രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും.
പിന്നെ ഈ ഒരു വോയിസ് കൊടുക്കുന്നത് രാത്രി നട്ടപ്പാതിരയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്ര കഷ്ടപ്പെടണമെന്നുള്ളത്. പക്ഷേ എനിക്ക് ഈ ഒരു വർക്കിനോട് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത്തിരി കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മൈൻഡോട് കൂടി മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഇതിൽ നിന്ന് എന്താ പറയുക വരുമാനം ഉണ്ടാക്കാനും നിങ്ങൾക്ക് കഴിയും. പിന്നെ സെയിലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്, ലൈവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രയാണോ ചിലവ് വന്നിട്ടുള്ളത് അതിനനുസരിച്ചാണ് നിങ്ങൾ മേക്ക് ചെയ്ത ഐറ്റംസിന് നിങ്ങൾ റേറ്റ് കണക്കാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ചിലവിലൂടെ ഒരു 5-10 ലാഭം എടുത്തിട്ട് വേണം നിങ്ങൾ അത് സെയിൽ ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനലിലോട്ട് നമ്മൾ കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാനിത് ഈ മാറ്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. മാറ്റിൽ വെക്കാൻ കാരണം അത് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാറ്റിൽ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളുടെ നെക്കിലിട്ട് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ്. എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പറയണം, നിങ്ങൾ ആ ലൈക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി കാണാം. ബൈ.